أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. صلاة تفتح لنا بها أبواب الرضا والتيسير وتغلق بها عنا أبواب الشر والتعسير وتكون لنا بها وليا ونصيرا. أنت ولينا ومولانا فنعم المولى ونعم النصير. ورضي الله تعالى عن القطب المكتوم والبرزخ المختوم سيدي أحمد التجاني الشريف الحسني وعن جميع ذرياته وخلفائه ومقدمه ومريده أجمعين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بحق الحبيب الأعظم والرسول الأكرم سيدنا ومولانا محمد المصطفى صلى الله عليه وسلم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. نشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله. اللهم صل وسلم وبارك عليه. قال الله تعالى في القرآن المجيد إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഈ വിഭാഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരെ, ബഹുമാനപ്പെട്ട സാദാത്തുന അത്തിജാനിയൂൻ, നമ്മൾ അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹത്തിലാണ് നമ്മൾ സത്യത്തിലുള്ളത്. ആ അനുഗ്രഹം അതിൽ നമ്മൾ മതിമറന്ന് പോയി അഹങ്കരിക്കുന്ന അവസ്ഥയിലെത്തിക്കും. അങ്ങനെയുള്ള ഒരു വലിയ അനുഗ്രഹമാണ് നമ്മൾ സത്യത്തിലുള്ളത്. എന്താണത്? ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഹ്ലു ബൈത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നത് അത് വലിയൊരു തൗഫീഖാണ്, ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം പ്രത്യേകിച്ചും സമകാലീന ലോകത്ത്, കേരളത്തില് അത് ആ ഒരു അനുഗ്രഹം ലഭിക്കാത്ത വലിയൊരു വിഭാഗത്തെ നമുക്ക് കാണാനാവും. അവരെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാല് നമ്മൾ പേടിക്കണം, ഭയക്കണം, പരിതപിക്കണം, ഖേദിക്കണം. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും അഹ്ലു ബൈത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റൂല. ഈ പറഞ്ഞ വിഭാഗത്തിൽ പെട്ടുപോകും. നമ്മൾ ഇപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ളാഹിറായോ ബാത്തിനായോ അഹ്ലു ബൈത്തിനോടൊപ്പം ആണെങ്കിലും ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതും നമുക്ക് പറയാൻ പറ്റൂല. കാരണം ചരിത്രത്തിൽ അഹ്ലു ബൈത്തിന് വേണ്ടി നിലകൊണ്ട പലരും പിന്നീട് അഹ്ലു ബൈത്തിന്റെ ശത്രുക്കളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞ അഹ്ലു ബൈത്തിന് വേണ്ടി നിലകൊള്ളൽ വലിയ ത്യാഗം പോലെയാണ് നമ്മൾ പറയുക. ഇന്ന് യഥാർത്ഥത്തിൽ അത് ത്യാഗമല്ല, നമ്മളെ ഫഖ്റാണ്, ഷറഫാണ്. മുസ്ലിമീങ്ങളെ ഫഖ്റും ഷറഫുമാണ്. ഒരു കാലം ഉണ്ടായിരുന്നു അഹ്ലു ബൈത്തിന് നിലകൊള്ളുക എന്നുള്ളത് വലിയ ത്യാഗമായിരുന്നു. ഇന്ന് ഒരു മുഅ്മിനിന്റെ മഹത്വം ലഭിക്കണ ഒരു കാര്യമാണ് അഹ്ലു ബൈത്തിനോട് അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുക എന്നുള്ളത്. വലിയൊരു ത്യാഗം പോലെ നമുക്ക് അത് ഇന്നത്തെ നമ്മളെ ഈ അവസ്ഥയിൽ എന്തല്ല നമുക്ക് കാണാൻ കഴിയൂല. ആരും നമ്മളെ പിടിച്ച് കൊല്ലൂല. ഒരു കാലത്ത് കൊല്ലുമായിരുന്നു. അപ്പോൾ നമ്മളെ ഹൃദയത്തിലേക്ക് നമ്മൾ നോക്കണം. സത്യം പറഞ്ഞാൽ അല്ലാഹ് നമ്മൾ അഹ്ലു ബൈത്തിന് വേണ്ടി നിലകൊള്ളുന്നത് നിന്റെ തൃപ്തിക്കാവണേ എന്ന് സദാ നമ്മൾ ദുആ ചെയ്യണം. അത് നമ്മൾ സ്വയം അഭിമാനിക്കാനും നമ്മൾ വലിയ അഹ്ലു ബൈത്തിന്റെ ആൾക്കാരാണെന്ന് കാണിക്കാനും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പര്യവസാനം അല്ലാഹു തആലയ്ക്ക് മാത്രമേ അറിയൂ. അപ്പൊ നമ്മൾ ഈ മജ്ലിസിൽ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നീയത്ത് നമ്മൾ നന്നാക്കണം. അല്ലാഹ് നമ്മളെ ഒരു പ്രത്യേകതയും അല്ല.
നമുക്കിനി അറിയുകയില്ല നമ്മൾ എന്തായി തീരുമെന്ന്. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നാളെ ഹൗദില് എത്തുന്നത് വരെയും ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കുടുംബത്തിന് വേണ്ടിയും കഴിവിൻ്റെ പരമാവധി സേവനം ചെയ്യാനും അത് കണ്ട് സന്തോഷത്തോടുകൂടി നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബ് വരവേൽക്കാൻ, ഇതെൻ്റെ മക്കളാണ്, ഞങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടവരാണ് എന്ന് അൽ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണം. അതേപോലെ തന്നെ മഹദി ഫാത്തിമത്തു സഹറ അലൈഹസ്സലാം, സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് അലൈഹിസ്സലാം, അതുപോലെ സയ്യിദുന ഹസൻ അലൈഹിസ്സലാം, സയ്യിദുന അൽ ഹുസൈൻ അലൈഹിസ്സലാം, ഇങ്ങനെയുള്ള മഹാത്മാക്കളും നമ്മളെ ഗുരുവര്യരായ സയ്യിദുന അൽ ഖുതുബുൽ മഖ്തൂം അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നമുക്ക് അവരെ കുടക്കീഴിലായിട്ട് അഹ്ലു ബൈത്തിന്റെ അഹ്ലുകാരായിട്ട് അവിടെ ചെന്ന് ചേരണം. അതാണ് നമ്മളെ നീയ. അല്ലാഹു തആല അതിലൂടെ നമുക്ക് തൃപ്തി തരണം. ആ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു തആല എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെ ഈ പ്രഭാഷണം ഇത് സത്യം പറഞ്ഞാൽ ഒരൊറ്റ സദസ്സ് കൊണ്ട് തീരൂല. സമയം അത്ര വിശാലമല്ല. ഒരു ചെറിയ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ് തീർക്കേണ്ട വിഷയമല്ല ഇത്. അതുകൊണ്ട് സാവധാനം കുറച്ച് പരമ്പരകളിലാണെങ്കിൽ പോലും ഈ വിഷയം പറയൽ അത്യാവശ്യമാണ്. നമ്മൾ വലിയ പണ്ഡിതന്മാരൊന്നുമല്ല. നമുക്കെല്ലാവർക്കും നമ്മളെക്കുറിച്ച് അറിയാമല്ലോ. നമ്മൾ വലിയ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ വലിയ വലിയ ജംഇയ്യത്തുൽ ഉലമയിലെ അംഗങ്ങളൊന്നുമല്ല. അതിനുള്ള അർഹതയും ഇല്ല. നമ്മൾ ശരിയായ വിദ്യാർത്ഥികളാണോ എന്ന് പോലും സംശയിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഈ മേഖലയിലേക്ക് ഇറങ്ങി എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഇതിനു വേണ്ടി സംസാരിക്കാൻ ആരെയും കാണാനില്ല. അപ്പോൾ അർഹതയില്ലാത്ത നമ്മൾ അർഹതയുള്ള മഹാത്മാക്കളെ മദദ് തേടി, അവരെ സഹായം തേടി അല്ലാഹു തആല സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മളെ മുൻഗാമികളായ മഹാത്മാക്കൾ നിലകൊണ്ട ആ പാതയിൽ ഉറച്ചു നിന്ന് കാട്ടുക. അങ്ങനെ നമ്മുടെ കൂടെയുള്ള മുഅ്മിനീങ്ങൾക്ക് മാതൃകയായി തീരുക. ഇതേ ഉദ്ദേശമുള്ളൂ. അവരെ ഹക്കിന്റെ വഴിയിൽ എത്തിക്കുക. വലിയൊരു വിഭാഗവും ഈ വിഷയത്തിലെ സത്യം അറിയാത്തവരാണ്. വലിയ വിഭാഗവും. കാരണം പൈശാചിക സന്താനങ്ങൾ അവരെ പറഞ്ഞ് പറ്റിച്ച്, ഹക്കിനെ ബാത്തിലുമായിട്ട് കൂട്ടിക്കലർത്തിയിട്ട് വഞ്ചിച്ച്, അങ്ങനെ അവര് കരുതി ഞങ്ങൾ നിൽക്കുന്ന നിലപാടാണ് ശരി. യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവര് കരുതി അവര് ചെയ്യണത് വളരെ നല്ല കാര്യമാണെന്ന്. അങ്ങനെയാണ് അവര് ധരിച്ചു വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വസ്തുത അതൊന്നുമല്ല. ഞാൻ ആദ്യമായിട്ട് ഈ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ വിഷയത്തിൻ്റെ പേര് അഭിശപ്തനായ യസീദ് ലഅനത്തുല്ലാഹി അലൈഹി വഅല അൻസാരി. ഇതാണ് നമ്മളെ വിഷയം. ശപിക്കപ്പെട്ട യസീദ് ലഅനത്തുല്ലാഹി അലൈഹി. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ കേരളത്തിൽ ഷാഫിഈ മദ്ഹബാണ്. ഷാഫിഈ മദ്ഹബ് പ്രകാരം മുസ്ലിം എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ, അതായത് കാഫിറാണെന്ന് സ്ഥിരപ്പെടാത്ത ഒരു വ്യക്തിയെ, ഞാൻ പദങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. ഞാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ സൂക്ഷിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ ബഹുമാനപ്പെട്ട ഷാഫിഈ മദ്ഹബിൽ പിൻഗാമികളായ അഹ്ലുകാര് അവലംബിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ മഹാനവർകളുടെ നിലപാട് പ്രകാരം, അതാണല്ലോ കേരളത്തിലുള്ള അധിക പേരും അവലംബിക്കുന്നത്. അപ്പൊ മഹാനവർകളേക്കാ നിലപാട് പ്രകാരം ആശയാണ് പറയുന്നത്, കാഫിറാണെന്ന് സ്ഥിരപ്പെടാത്ത ഒരു വ്യക്തിയെ എന്ത് ചെയ്തുകൂടാ? ലഅനത്ത് ചെയ്തുകൂടാ. ഇക്കാരണത്താൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കം നിരവധി മഹാത്മാക്കള് ഈ ഒരു സൂക്ഷ്മത പിടിച്ചുകൊണ്ട് യസീദിനെ എന്ത് ചെയ്യൂല? ലഅനത്ത് ചെയ്യൂല. ഓക്കെ, ഈ ഒരു സത്യം നമ്മൾ അംഗീകരിക്കണം ആദ്യം തന്നെ.
അപ്പോൾ ഒരു ചോദ്യം വരും, നിങ്ങളും ഷാഫിഈ മദ്ഹബുകാരല്ലേ, നിങ്ങൾ എന്തേ അത് സ്വീകരിക്കാത്തത്? അതിന് കാരണം ഷാഫിഈ മദ്ഹബിലെ പ്രബലം സ്വീകരിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. പ്രബലം തന്നെ സ്വീകരിക്കണം എന്ന് നിർബന്ധമില്ല. നമുക്കൊക്കെ അറിയാം, നമ്മളെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരിൽ തന്നെ എത്രയോ വിഷയങ്ങൾ അവർ പ്രബലം സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഒരു നിർബന്ധമില്ല. തർശീഹ് നോക്കിയാൽ തന്നെ കാണാം. നമ്മളെ ഷാഫി മദ്ഹബിലെ പ്രമാണയോഗ്യമായ ഒരു കിതാബാണ് തർശീഹ്. അതിൽ പോലും എന്ത് പറയുന്നില്ല, പ്രബലം തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഈ ഒരു വിഷയത്തിലെ ഷാഫി മദ്ഹബിലെ പ്രബലം നമ്മൾ നോക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം നമുക്ക് പ്രബലം നമ്മളെ ഷെയ്ഖ് സയ്യിദി അൽ ഖുതുബുൽ മക്തൂം അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ഖുദുവ ആരാണ്? അവര് ഷെയ്ഖാണ്, ഷെയ്ഖിന്റെ നിലപാടുകളാണ്. അതിൽ പരിശുദ്ധ തിജാനിയ ത്വരീഖത്തിന്റെ ഉലമാക്കൾ അധിക പേരും ആരാണ്? മാലിക്കി മദ്ഹബുകാരാണ്. മാലിക്കി മദ്ഹബിൽ ബിസ്മി ഉറക്കെ ചൊല്ലൂല. പക്ഷെ സയ്യിദി അഹ്മദ് തിജാനി തങ്ങളെ നിലപാട് ബിസ്മി ഉറക്കെ ചൊല്ലണം. അതുകൊണ്ട് തിജാനികൾ മാലിക്കുകളായിട്ടും ഏത് നിലപാട് സ്വീകരിച്ച്? അവരെ മദ്ഹബിലെ മുഅ്തമദിനേക്കാൾ അവരെ ഷെയ്ഖ്, നമ്മളെ ഷെയ്ഖ് സയ്യിദി അഹ്മദ് തിജാനി തങ്ങളെ നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഒന്ന്. രണ്ട്, ഈ പഹയനെ, ഏത് പഹയനെ? അഭിഷപ്തനായ യസീദ് എന്ന പഹയനെ ലഅനത്ത് ചൊല്ലിയവര് ഷാഫി മദ്ഹബിലെ മുഅ്തമദ് അല്ലെങ്കിൽ കൂടി അതിനെ കവച്ചു വെക്കുന്ന നിരവധി അള്ളാഹുവിന്റെ ഔലിയാക്കളും ഉലമാക്കളും ഉണ്ട്. നിരവധി അള്ളാഹുവിന്റെ ഔലിയാക്കളും ഉലമാക്കളും അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവരായ ഉലമാക്കൾ. ഒരുപക്ഷെ നമ്മള് ലഅനത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവരെക്കാൾ അതിശക്തരായ ഉലമാക്കളായിരിക്കും ആര്? ലഅനത്ത് ചെയ്യണമെന്ന് പറഞ്ഞവര്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മളെ വിഷയത്തിലേക്ക് കടന്നു വരും. ക്ഷമിച്ചാ മതി. വിഷയം സാവധാനം വരും ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ തിജാനികൾ എന്തുകൊണ്ട് ലഅനത്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് തിജാനി തങ്ങളുടെ കിതാബ് മഹാനവർകള മൊഴിമുത്തുകൾ ശേഖരിച്ച അൽ ഇഫാദത്തുൽ അഹ്മദിയ ലിമുരീദി സഅദത്തിൽ അബദിയ എന്ന അല്ലാമ ഷരീഫ് സയ്യിദി ത്വയ്യിബ് ഇബ്നു അഹ്മദ് അസ്-സുഫിയാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിലെ ഒരു സയ്യിദി അഹ്മദ് തിജാനി തങ്ങളുടെ ഒരു ഉദ്ധരണി ആദ്യം വായിക്കാം. എന്താ മഹാനവർകൾ പറയുന്നത്? 266-ാമത്തെ വചനമാണ്. ആരാ? ഖുതുബുൽ മക്തൂം സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ. മഹാനവർകൾ പറയുന്നു, യസീദ് ഇബ്നു മുആവിയ മൽഊൻ. യസീദ് ആരാണ്? മൽഊനാണ്. മുആവിയ എന്ന മഹാനായ സ്വഹാബി വര്യൻ റളിയല്ലാഹു അൻഹു, മഹാന്റെ ഉപ്പ അബൂ സുഫിയാനും പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന വലിയ അജല്ല് സഹാബികൾപ്പെട്ട മഹാത്മാക്കളാണ്. നമുക്ക് എല്ലാ സഹാബികളും അജല്ല് തന്നെയാണ്, എല്ലാവരും വലിയവരാണ്. ആ മഹാന്റെ മകനായി അറിയപ്പെട്ട യസീദ് എന്നവൻ മൽഊൻ, അഭിശപ്തനാണ്, ശപിക്കപ്പെട്ടവനാണ്. ആരാ പറയുന്നത്? സയ്യിദി അഹ്മദ് തിജാനി. അതിന്റെ തെളിവെന്താണ്? ലിഖൗലിഹി തആല, മഹാനവർകൾ അതിന് തെളിവായിട്ട് പറയുന്നത്, ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ വഅഅദ്ദ ലഹും അദാബൻ മുഹീന. ഇത് ഈ ആയത്ത് എവിടെ വരുന്നതെന്നറിയോ? നമ്മൾ എന്നും ഒരു ദുആ ചെയ്യുമല്ലോ, ദുആക്ക് അവസാനം ഇന്നല്ലാഹ വ മലായികത്തുഹു, സൂറത്തുൽ അഹ്സാബിൽ ആയത്ത്. ആ ആയത്ത് ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലക്കുകളും ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലുന്നു, അല്ലയോ സത്യവിശ്വാസികളെ, അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യുക? അവിടുത്തെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന് പറഞ്ഞ ആ ആയത്ത് പറഞ്ഞ ഉടനെ അള്ളാഹു പറഞ്ഞ ആയത്താണ് ഏതായത്ത്? ഇപ്പൊ പറയുന്ന ആയത്ത്. അതാണ് മഹാൻ യസീദിനെ ശപിക്കാനായിട്ട് തെളിവാക്കിയത്.
എന്താ അതിന്റെ അർത്ഥം? ഇന്നല്ലദീന, നിശ്ചയമായും ഒരു കൂട്ടർ, യുഅ്ദൂന അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അവന്റെ തിരുദൂതരെയും ദ്രോഹിച്ചു, നിന്ദിച്ചു, ദ്രോഹിച്ചു. അങ്ങനെയുള്ള കൂട്ടർ, ലഅനഹുമുല്ലാഹ്, അല്ലാഹു അവരെ മേൽ അവന്റെ ശാപം ചൊരിഞ്ഞിരിക്കുന്നു, അവരെ ശപിച്ചിരിക്കുന്നു. ഫിദ്ദുന്യ, ഈ ലോകത്തും, വൽ ആഖിറ, പരലോകത്തും. വഅഅദ്ദ ലഹും, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു, അദാബൻ മുഹീന, അതീവ നിന്ദ്യമായ ശിക്ഷ അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. ഇതാണ് തെളിവ്, ഈ ആയത്താണ് തെളിവ്. കഴിഞ്ഞില്ല, മഹാനവർകൾ അടുത്ത ആയത്തും കൂടി ഓതുകയാണ്. വലിഖൗലിഹി അസ്സ വജൽ ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർളി വതുഖത്തിഉ അർഹാമകും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹു ഫഅസമ്മഹും വഅഅമാ അബ്സാറഹും. ഈ ആയത്തും തെളിവാണ്. എന്താ ഈ ആയത്തിന്റെ അർത്ഥം? ഈ ആയത്തിന്റെ ആശയം, എന്നാൽ നിങ്ങൾ അധികാരം നേടിയാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ മുറിച്ചു കളയുകയും ചെയ്തേക്കുമോ? അള്ളാഹു ശപിച്ച ഒരു കൂട്ടക്കാരാണ് അത്തരക്കാർ. അങ്ങനെ അവൻ അക്കൂട്ടർക്ക് ബധിരത നൽകുകയും അവരുടെ നയനങ്ങളെ അന്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാല്, അള്ളാഹു താല അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ ഫിത്ന ഉണ്ടാക്കുക, കുടുംബാംഗങ്ങളെ ഛിന്ന ഭിന്നാക്കുക. ആ വിഭാഗം ആരായിരിക്കും? അള്ളാഹു ശപിച്ച വിഭാഗക്കാരായിരിക്കും. അവർക്ക് ഹക്കോ മറ്റോ കാണാനുള്ള കണ്ണും ഉണ്ടാവില്ല, കേൾക്കാനുള്ള ചെവിയോ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗം. ഇതും തെളിവായി ആരെടുത്ത്? ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് തിജാനി തങ്ങൾ. ഈ രണ്ടായത്തും കണ്ട, ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹുവിനെയും അവന്റെ തിരുദൂതരെയും ദ്രോഹിച്ച്, രണ്ടാമത്തേല് അധികാരം കിട്ടിയപ്പം കുഴപ്പം മൊത്തം ഉണ്ടാക്കി. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ യസീദിനെ ശപിക്കാൻ കാരണമായി മഹാനവറുകൾ തെളിവ് പിടിച്ച ഈ ആയത്തില് അള്ളാഹു മോശപ്പെടുത്തിയ വിഭാഗത്തിന്റെ സ്വഭാവം ആർക്കുണ്ടായിരുന്നു? യസീദിനുണ്ടായിരുന്നില്ല, ലഅനത്തുല്ലാഹി അലൈഹി. അവൻ അള്ളാഹുവിന്റെ ഹബീബിനെ ദ്രോഹിച്ചു, അള്ളാഹുവിനെ ദ്രോഹിച്ചു. കഴിഞ്ഞില്ല, അവനിക്ക് അധികാരം കിട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്തു? മൊത്തം ഫിത്തിന. പിന്നീട് പറയും ആ ഫിത്തിന എന്താണ് അവൻ ചെയ്ത ഫിത്തിന. കുടുംബാംഗങ്ങളെ ഛിന്ന ഭിന്നാക്കി. ഹക്ക് മനസ്സിലാക്കാൻ, യഥാർത്ഥ ദീൻ ഉൾക്കൊള്ളാനുള്ള നയനങ്ങളോ നേത്രങ്ങളോ അല്ലെങ്കിൽ ശ്രവണങ്ങളോ ആർക്കുണ്ടായില്ല? ഈ ഹമുക്കിനുണ്ടായില്ല. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഹാഷിം അബ്ദുറഹ്മാൻ എന്നവര് കർബല ചരിത്രം ഇൻഷാ അല്ലാഹ് പരമ്പരകളായിട്ട് പറയും. അതിൽ വിശദമായിട്ട് പറയും ഇവൻ ചെയ്ത ദ്രോഹങ്ങളൊക്കെ. അപ്പൊ തങ്ങൾ പറഞ്ഞ ഈ രണ്ട് സ്വഭാവം ആർക്കുണ്ട്? ചരിത്രം പഠിച്ചവർക്കൊക്കെ അറിയാം ഇതാർക്കുണ്ടായിരുന്നു? യസീദിനുണ്ടായിരുന്നു. എന്നിട്ട് തങ്ങൾ പറയുന്നു, വലാ ഇദായത ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്ളമു മിൻ ഖത്ലി വലദി. അള്ളാഹുവിന്റെ ഹബീബിന്റെ പുത്രരെ വധിക്കുന്നതിനേക്കാൾ വലിയ ദ്രോഹം അവിടത്തോട് ആരെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ. ഒരാളെ സ്വന്തം കുട്ടിയെ വധിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദ്രോഹമല്ലേ? ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്നതിനേക്കാൾ നമുക്ക് വേദനയ്ക്ക് നമ്മളെ മക്കളെ എന്ത് ചെയ്യുക? ദ്രോഹിക്കുക എന്നുള്ളത് ഭയങ്കര വേദനയായിരിക്കും. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പവിത്ര പുത്രര എന്ത് ചെയ്ത്? സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഒരുപാട് അഹ്ലു ബൈത്തിന്റെ അംഗങ്ങളെയും ഈ ഹമുക്ക് എന്തായി? വധിക്കാൻ കൽപ്പനയും കൊടുത്ത് വധിച്ചതിൽ തൃപ്തിപ്പെടുകയും ചെയ്ത് അതിൽ ആഘോഷിക്കുകയും ചെയ്തു. അതിനേക്കാൾ വലിയ ദ്രോഹമുണ്ടോ? വഖത്ഇ റഹിമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലാ ആലിഹി. അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തെയും അവൻ എന്താക്കി? മുറിച്ചു കളഞ്ഞു. എത്ര മഹതിമാരാ ഭർത്താക്കന്മാരായ അഹ്ലു ബൈത്തിന്റെ അംഗങ്ങളെ വധിച്ചു കളഞ്ഞുകൊണ്ട് അവരെ കുടുംബത്തെ ഛിന്ന ഭിന്നാക്കി.
അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞ രണ്ട് പ്രശ്നങ്ങളും ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്. ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കിയത് മാത്രമല്ല, അവൻ ചെയ്ത ദ്രോഹം എന്ന് പറഞ്ഞാൽ ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ മഹാത്മാക്കളോടാണ് അവൻ ദ്രോഹം കാണിച്ചത്. ആ ഏറ്റവും വലിയ മഹാത്മാക്കളുടെ കുടുംബങ്ങളെയാണ് അവൻ എന്താക്കിയത്? ചിന്ന ഭിന്നാക്കിയത്. അപ്പോ കണ്ട മഹാനവർകള നിലപാട് എന്തായിരുന്നു? യസീദ് മൽഊനാണ് എന്നുള്ളതാണ്. ആരാണ് സയ്യിദി അഹ്മദ് തിജാനി തങ്ങൾ? നമ്മൾ തിജാനികൾക്കറിയാം. നമ്മൾ തിജാനികൾ അടുക്കല് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശേഷം, അവിടുത്തെ ബഹുമാനപ്പെട്ട ഇഖ്വാനികളായ അംബിയ മുർസലീങ്ങൾക്ക് ശേഷം, അവിടുത്തെ സ്വഹാബത്തിന് ശേഷം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും ബഹുമാനപ്പെട്ടവരുമായ നമ്മളെ ഗുരുവര്യരാണ് ആര്? സയ്യിദി അഹ്മദ് തിജാനി തങ്ങൾ. നിരന്തരം അള്ളാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ടവര്. അപ്പൊ തങ്ങളെ നിലപാടാണിത്. ഇതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രബലം. ഈ പ്രബലത്തെ കാണാതിരിക്കാൻ തിജാനികൾക്കാവോ? ഇല്ല. ഇനി നിങ്ങൾ നോക്കിയേ, ഈ കിതാബിന്റെ തഹ്ഖീഖിൽ ബഹുമാനപ്പെട്ട സീദി മുഹമ്മദ് റാദി കന്നൂൻ തങ്ങൾ കൊണ്ടുവരികയാണ്. ഖാലൽ അല്ലാമ അൽ ഹജൂജി അല ഹാമിഷി ഹാദിഹിൽ മഖാല മിൻ നുസ്ഖത്തിൽ മഖ്തൂത മിൻ കിതാബിൽ ഇഫാദത്തിൽ അഹ്മദിയ. ഈ ഗ്രന്ഥത്തിന്റെ കയ്യെഴുത്ത് പ്രതിയുടെ വശങ്ങളിലായി ബഹുമാനപ്പെട്ട അല്ലാമ ഹജൂജി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട് ഒരു കാര്യം. എന്താണ്? സമിഅതു മിൻ ബഅദി ശുയൂഖിനാ റഹിമഹുമുല്ലാഹ്, നമ്മുടെ ചില മശായിഖുമാരിൽ നിന്നും ഞാൻ കേട്ടു, അന്ന സയ്യിദന ശൈഖ് റളിയല്ലാഹു തആല അൻഹു മാ ദുക്കിറ മറത്തൻ യസീദ് ഇബ്നു മുആവിയ ഇൻദഹു ഇല്ലാ വലഅന. ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ യസീദ് ഇബ്നു മുആവിയ എന്ന പേര്, അതായത് യസീദിന്റെ പേര് പറയാൻ സാധിക്കൂല മഹാനവർകൾ അവനെ ലഅനത്ത് ചെയ്തിട്ടല്ലാതെ. അവനെ ലഅനത്ത് ചെയ്തിരിക്കും. ചെയ്യാതെ ഒരാൾക്കും ഇവന്റെ പേര് പറയാൻ പറ്റൂല. وَإِذَا ذَكَرَهُ أَحَدٌ فِي مَجْلِسِهِ دُونَ أَنْ يَلْأَنَهُ بَادَرَ عَلَى الْفَوْرِ إِلَى لَأْنِهِ جَهْرًا. ഒരിക്കലും ഒരു വ്യക്തി മഹാനവർകളെ മജ്‌ലിസിൽ വെച്ച് ലഅനത്ത് ചെയ്യാതെ ഇവന്റെ പേര് പറഞ്ഞ് മഹാനവർകൾ ഉടൻ തന്നെ എന്ത് ചെയ്ത്? ലഅനത്ത് ചെയ്തു. ഉടൻ തന്നെ ലഅനത്ത് ചെയ്തു. എങ്ങനെ? ഉറക്കെ. ഇതാണ് ആരെ നിലപാട്? അഹ്മദ് തിജാനി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ നിലപാട്. അതുകൊണ്ട് ഷാഫിഈ മദ്ഹബിന്റെ മുഅ്തമദിനെ എല്ലാ ബഹുമാനത്തോടു കൂടിയും കൊണ്ട് തന്നെ ഷാഫിഈ മദ്ഹബിലെ തന്നെ ഉലമാക്കളെ മറ്റൊരു വീക്ഷണവും, അതേപോലെ തന്നെ മറ്റ് മദ്ഹബുകളിലെയും വലിയൊരു കൂട്ടം മഹാത്മാക്കളെ വീക്ഷണത്തെയും നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെ ഗുരുവര്യരായ സയ്യിദി അഹ്മദ് തിജാനി തങ്ങളെ നിലപാടിനോട് യോജിച്ചുകൊണ്ട് അതിനെ പ്രബലമാക്കിയിട്ടാണ് ആര് പോവുക? നമ്മൾ തിജാനികൾ പോവുക. അല്ലാതെ ഷാഫി മദ്ഹബില് ഈ വീക്ഷണം പ്രബലമല്ല എന്ന് നമ്മൾ എപ്പോഴെങ്കിലും വാദിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇത് പ്രത്യേകം നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് അങ്ങനെ വാദമില്ല ഷാഫി മദ്ഹബിലെ പ്രബലം, അങ്ങനെ നമുക്ക് വാദമില്ല. ഷാഫി മദ്ഹബിൽ പിൽക്കാല മഹത്തുക്കൾ പ്രബലമാക്കിയത് ലഅനത്ത് പാടില്ല എന്ന അഭിപ്രായം തന്നെയാണ് എന്നുള്ളതിനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക തന്നെയാണ്. പക്ഷെ നമ്മൾ ലഅനത്ത് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് വ്യക്തമായി നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ലഅനത്ത് ചെയ്താൽ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം ഉമ്മത്തിലെ വലിയൊരു വിഭാഗം എന്താവുന്നുണ്ട്? ലഅനത്ത് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ പിന്നെ എന്താക്കേണ്ടി വരും? കുറ്റക്കാരാകേണ്ടി വരും. അപ്പോ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ ഒരു മുഅ്മിൻ ഏതെങ്കിലും അംഗീകൃത മദ്ഹബിനോട് യോജിച്ചു കൊണ്ട് ഒരു അമൽ ചെയ്ത അവനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അത് അറിയപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ മനസ്സിലല്ല, നമ്മളെ നിലപാട് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യസീദിനെ ലഅനത്ത് ചെയ്യുന്ന വിഷയമാണ് നമ്മൾ ഈ പറഞ്ഞത്. പക്ഷെ യസീദിന് ഇന്ന് വലിയൊരു വിഭാഗം ആൾക്കാർ എന്ത് ചെയ്യാണ്? ലഅനത്ത് ചെയ്യുന്നില്ല. ഓക്കെ, മദ്ഹബിലെ പ്രബലാഭിപ്രായം സ്വീകരിച്ചവര് ലഅനത്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നു. കാഫിറും ആക്കുന്നില്ല, അതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്, അതിലൊന്നും നമുക്ക് വിഷയമില്ല.
പക്ഷെ ഈ ഉമ്മത്ത് ഏകോപിച്ച ഒരു കാര്യത്തിന് വിരുദ്ധമായി ഇന്ന് കേരളത്തിൽ വലിയൊരു വിഭാഗം പൊങ്ങി വന്നിരിക്കുകയാണ് യസീദിന്റെ വിഷയത്തിൽ. ഒരിക്കൽ കൂടി, യസീദിന്റെ വിഷയത്തിൽ ഒന്നേതാണ്, അവനെ ലഅനത്ത് ചെയ്യുക, രണ്ട് അവനെ കാഫിറാക്കുക. ഈ രണ്ട് വിഷയത്തിലും ഉലമാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മൾ അത് മാറ്റിവെക്കുകയാണ്. പക്ഷെ കേരളത്തിലെ പ്രശ്നം എന്തെന്നറിയാം, ഒരു കൂട്ടം ലഅനത്ത് ചെയ്തില്ല നമുക്ക് പ്രശ്നം ഉണ്ടാക്കണം, അങ്ങനെയല്ല പറയുന്നത്. ഒരു കൂട്ടം കാഫിറാക്കുന്നു നമുക്ക് പ്രശ്നം ഉണ്ടാക്കണം, അങ്ങനെയല്ല പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഏകോപിച്ച ഒരു കാര്യത്തിന് വിരുദ്ധമായി യസീദിനെ എന്താക്കുന്നു? മഹത്വവൽക്കരിക്കുന്നു. ഇതാണ് ഇവിടെ വിഷയം. അങ്ങനെ ഒരു വിഭാഗം ഇപ്പൊ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് അതിൻ്റെ മുന്നില്? നിങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞേ. എന്നാ ഇതെന്തെന്നറിയോ, ഇത് കുഴച്ച് മറിക്കുകയാണ്, അവിയല് പോലെ കുഴച്ച് മറിക്കുകയാണ്. യസീദിനെ കുറ്റം പറയണമെന്ന് പറയുമ്പോൾ ലാനത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയമായിട്ട് വരും. ലാനത്ത് ചൊല്ലാൻ വലിയൊരു വിഭാഗം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കാഫിറാക്കാൻ പാടില്ല എന്നുള്ള വിഷയം കൊണ്ടുവരും. അതല്ല നമ്മളെ വിഷയം. അവനെ കുറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഉടൻ ലാനത്തിലേക്ക് ചാടും. ലാനത്തല്ല വിഷയം എന്ന് പറയുമ്പോൾ ഉടൻ ഇങ്ങോട്ട് ചാടും. ഇങ്ങനെ അവിയലിനെ കുഴച്ച് മറിക്കും പോലെ എന്താക്കുക? മറിക്കുക. അതുകൊണ്ട് ഇതൊന്ന് നെല്ലും പതിരും വേർതിരിക്കണം. ഈ വിഷയത്തിൽ നമ്മൾ തിരിച്ചറിയണം. 3 വിവാദങ്ങളാണ് യസീദുമായി ബന്ധപ്പെട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, യസീദിനെ കാഫിറാക്കുക, പറ്റോ ഇല്ലേ? അതൊരു വിവാദമാണ്. ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വലിയൊരു വിഭാഗം അവനെ കാഫിറാക്കി, വലിയൊരു വിഭാഗം അവനെ കാഫിറാക്കിയിട്ടില്ല. ഇനി കാഫിറാക്കുന്നില്ല, ലഅനത്ത് ചെയ്യാൻ പറ്റുമോ? അതും അഭിപ്രായ വ്യത്യാസമാണ് ഉമ്മത്തില്. വലിയൊരു വിഭാഗം ലഅനത്ത് ചെയ്യുന്നു, വലിയൊരു വിഭാഗം ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ വിശദീകരിച്ച് പറയും. എന്നാൽ അടുത്ത വിഷയത്തിൽ എന്തില്ല? ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഏതാണത്? യസീദ് തെമ്മാടിയാണ്. വെറും തെമ്മാടിയല്ല, തനി കൂതറ, തനി ആഭാസൻ, ലോക തെമ്മാടിയാണ്. ഇതില് ഇജ്മാ ഉണ്ട്. ആ ഇജ്മായിൽ നിന്നും ചാടിക്കടന്നിട്ട് യസീദിനെ നന്നാക്കുന്ന ഒരു വിഭാഗം ഇന്ന് ലോകത്ത് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിൽ മുൻപന്തിയില്? വഹാബികള്. അവരാണ് ഇതിൽ മുൻപന്തിയില്. അവരിൽ ചിലര് അമീറുൽ മുഅ്മിനീൻ യസീദ് ഇബ്നു മുആവിയ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പഠനം തന്നെ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ആര്? വഹാബികള്. എന്താ ചെയ്യാ? വലിയ സംഭവം പോലെ കിതാബൊക്കെ കള്ളത്തര. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളെ വിഷയത്തിൽ നമ്മൾ വരും. എന്നാ ഈ പേട്ട് മാക്കാമാര ഈ മണ്ടൻ പഠനത്തെ വലിയ സംഭവം പോലെ കാണുകയാണ്. ആര്? കുറച്ച് ഫുത്തിജീവികളെ. ഈ ഫുത്തിജീവികൾ ആരെന്നറിയോ? നേരെ ചൊവ്വേ കിതാബ് ഇങ്ങനെ കഷ്ടപ്പെട്ടവർക്ക് പഠിക്കാൻ വയ്യ, അടിച്ചു തള്ളി വായിച്ചു പോണ ഒരു കൗമുണ്ട്. കുറെ സമന്വയ കാട്ടുമാക്കാന്മാര്. ഈ സമന്വയ കാട്ടുമാക്കാന്മാർക്ക് ഇവർക്ക് നെല്ലെന്തെന്നോ പതിരെന്തെന്നോ അതൊന്നും അവർക്കൊരു വിഷയമില്ല. ആര് എന്ത് ഒരു പുസ്തകത്തിൽ തട്ടിക്കൂട്ടി പേജുകൾ നിറച്ചാലും അത് ഭയങ്കര പഠനം, സംഭവം. പിന്നെ അത് ബുദ്ധിജീവി, എന്താണ് ദാർശനിക പ്രതിഭ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വഹാബികളെ ഈ ആർക്കും വേണ്ടാത്ത ചവറ് പഠനങ്ങൾ എടുത്തിട്ട് എന്താക്കുക? തലയിൽ കയറ്റുക. അങ്ങനെ സമൂഹത്തില് ഈ പിഴച്ച വാദം ശക്തിപ്പെടുത്തുക. അപ്പൊ ഇതില് ഒന്നാമത്തെ പിഴച്ച ഈ വാദത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദികൾ ആരാണ്? വഹാബികളാണ്. കഴിഞ്ഞില്ല. പിന്നെ ഇവരെ അന്തായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാര്. അപ്പൊ കേരളത്തിൽ നമ്മൾ ഇതിന്റെ ആൾക്കാരെ കുറച്ച് പഠിക്കണമല്ലോ. അവരെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോവാതിരുന്നാല് ഈ ഭ്രാന്തന്മാരെ വിശ്വസിച്ച് വായിക്കുന്ന ആൾക്കാര് ഇവരെ ഹക്കീക്കത്ത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അവരെ പഠനങ്ങളൊക്കെ വലിയ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുപോകും. അതുകൊണ്ട് പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ കേരളത്തിലെ 1-ാം നമ്പർ യസീദി വഹാബികളെ ഈ പഠനത്തെ അങ്ങനെ അങ്ങ് മലയാളത്തിലാക്കിയ മഹാ
കപടൻ ആദിർശ്ശേരി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അബ്ദുറഹ്മാൻ ആദിർശ്ശേരി അയാളാണ്. അയാൾ തനി വഹാബിയാണ്. ഓക്കെ, വലിയ ബുദ്ധിജീവിയായിട്ടൊക്കെ നടക്കും. പിന്നെ മറ്റൊരു കള്ളൻ ഈ വിഷയത്തില് കിതാബുകളിലൊക്കെ കളവ് കാണിച്ചിട്ട് വഹാബികളെ ലേഖനം അങ്ങനെ തന്നെ കോപ്പി അടിച്ചിട്ട് വലിയ കണ്ടെത്തൽ പോലെ എഴുതിയ അടുത്ത ആള് സ്വാലിഹ് പുതുപ്പൊന്നാനി. ഇതാണ് രണ്ടാമത്തെ ആള്. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ അനുയായികളാൽ നടത്തപ്പെടുന്ന സത്യധാരയിൽ ലേഖനം ഇറക്കി. ഇവന് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തതാരാണ്? വലിയ സുന്നി പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന സാദിഖ് ഫൈസി താനൂർ. എല്ലാ സഹായവും ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, ഇവന്റെ വിഡ്ഢിപ്പഠനത്തിന് ഇതുവരെ മറുപടി ആരും തന്നില്ല എന്ന് പലരോടും അന്ന് ഈ വിവാദം നടക്കണ സമയത്ത് ഫേസ്ബുക്കിലും മറ്റും ആര് കുറിച്ചിട്ടുണ്ട്? ഇവൻ കുറിച്ചിട്ടുണ്ട്. അപ്പൊ അവനാണ് വഹാബികളിൽ നിന്ന് സുന്നികളിലേക്ക് ഇറക്കിയ ആൾക്കാരാണ്. പിന്നെ ഒരു വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ട് ഒരു നരച്ച താടിക്കാരൻ, അയാൾ അഹ്ലു ബൈത്തിന്റെ സ്ഥാപനത്തിൽ നിന്നിട്ട് ഈ രണ്ട് ഹമുക്കുകളും പറയുന്നതിൻ്റെയും അപ്പുറം ബഹുമാനപ്പെട്ട സയ്യിദുന ഹുസൈൻ അലൈഹിസ്സലാം തങ്ങളെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് മഹാനവർകൾ പുറപ്പെട്ട മഹത്തായ പ്രവർത്തനത്തെ ആത്മഹത്യാപരം എന്ന് പറഞ്ഞ് പിഴവാണെന്ന് വാദിച്ച് സ്വഹാബത്തിനെ പിഴവെന്ന് പറയാൻ ഇവ ആര്? ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നറിയോ? ബഹുമാനപ്പെട്ട അൽ ഹബീബുൽ ആവം റസൂലുൽ അക്രം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബികളിൽ ഒരാളെ പോലും കുറ്റപ്പെടുത്താനോ അവര് പിഴച്ചെന്ന് പറയാൻ നമ്മളാര്? ആരാണവര്? ഇയാൾക്കെന്ത് അധികാരം? മനസ്സിലായ? എന്നിട്ട് ആരെയാണ് കുറ്റപ്പെടുത്തണമെന്ന് നിങ്ങൾ നോക്കണം. സ്വഹാബത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു എല്ലാവരും ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച സയ്യിദുന ഹസനാർ റളിയല്ലാഹു തആല അൻഹുവിനെയും സയ്യിദുന ഹുസൈനാർ റളിയല്ലാഹു തആല അൻഹുവിനെയും അലൈഹിമുസ്സലാം അവരെയാണ് ഇയാൾ എന്താക്കിയത്? ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയാണ് അതിൽപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയാണ് ഇയാൾ എന്താക്കിയത്? നിന്ദിച്ച് സംസാരിച്ചത്. കണ്ട? അപ്പോ വഹാബികളിൽ നിന്ന് സുന്നി തോലണിഞ്ഞ അല്ലെങ്കിൽ ഒരു കാല് അങ്ങനെ ഒന്നില്ല. ഈ അര വഹാബി അര സുന്നി എന്നൊന്നും ഒന്നുമില്ല. സംഭവം എന്തെങ്കിലും കടന്നാൽ തന്നെ വഹാബിയാണ്. ഈ പറയപ്പെട്ട സ്വാലിഹ് പുതുപ്പൊന്നാനിയും ഈ അബൂ ഷാക്കിർ ഫൈസിയും കൂടി ചേർന്നിട്ട് നമ്മളെ ഈ കാലത്ത് എന്താക്കി? യസീദിനെ നന്നാക്കിയിട്ടും അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മോശപ്പെടുത്തിയിട്ടും ഒക്കെ എന്താക്കി? പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച്. അതോടുകൂടി വലിയൊരു വിഭാഗം ഇപ്പൊ എന്ത് മനസ്സിലാക്കിയിരിക്കുകയാണ്? യസീദ് എന്തോ നല്ലൊരു മനുഷ്യനാണ്, യസീദിനെ ഒന്നും പറയാൻ പാടില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിനെതിരെ പുറപ്പെട്ടത് വളരെ മോശമായി പോയി അല്ലെങ്കിൽ അബദ്ധമായി പോയി. ഇതാണിപ്പം വാദം. ഇതാര് വരെ വാദിക്കണേ? തങ്ങന്മാര് വരെ, അഹ്ലു ബൈത്തിലെ അംഗങ്ങൾ വരെ ഇതിപ്പോ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു ചൂട്ട് പിടിക്കാൻ ഒരാളും, ആര്? നജീബ് മൗലവി. മൂപ്പര് ഒരു പ്രഭാഷണം, ഇത് മൂപ്പര് ഇങ്ങനെ അറിയാതെ പറയണാണോ എന്നൊക്കെ, ഇത്ര വലിയ പണ്ഡിതൻ എന്ന് പറയുന്ന ആള് എങ്ങനെ അറിയാതെ പറയണ എന്നുള്ളതാണ് അത്ഭുതം. യസീദ് മഗ്ഫൂർ ആണ് പോലും. എന്താണ് മഗ്ഫൂർ? പൊറുക്കപ്പെട്ടവനാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. മൂപ്പര് പറയാണ്. നജീബ് മൗലവിയല്ലേ, വലിയ പണ്ഡിതനല്ലേ, മൂപ്പർക്കൊക്കെ പിഴയ്ക്കോ എന്നൊക്കെ വിശ്വസിച്ച് ഒരു കൂട്ടം ആൾക്കാർ ഇതെല്ലാം കൂടി അങ്ങ് ചേർന്നപ്പോ ഹക്ക് എന്താണോ അതിൻ്റെ നേർ വിപരീതം ബാത്തിലിനെ ഹക്കായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ സത്യം പറയണ്ടേ? ഇതിപ്പോ നമ്മൾ കണ്ടെത്തുന്നതാണോ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ കണ്ടെത്താനും ഇവരെ പോലെ നമ്മളാ? ഒരിക്കലുമല്ല. ആ ഒരു ഗതികേട് വരുത്തരുത്. ഏത് ഗതികേട്? സ്വന്തം
സ്വന്തം തോന്നിച്ചകളെ വലിയ ദീനിന്റെ വലിയ വലിയ സത്യങ്ങളായി വിളിച്ചു പറയുന്ന അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന ഗതികേടിന് അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ആ ഒരു ഗതികേട് നമുക്ക് വരാൻ പാടില്ല. നമ്മൾ പറയുന്നത് മൊത്തം നമ്മളെ മുൻഗാമികളായ മഹാത്മാക്കൾ പറഞ്ഞത് മാത്രമായിരിക്കും. ആര്? ഒന്ന് ബഹുമാനപ്പെട്ട സ്വഹാബ റളിയല്ലാഹു അൻഹു. അതിനു മുകളിൽ ആരുണ്ട്? നമ്മളെ ഏറ്റവും വലിയ ഖുദുവത്തായ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുണ്ട്. അവിടുന്നുണ്ട്. അവിടുത്തെ നിലപാട് നമ്മൾ പറയും ഇൻഷാ അള്ളാഹ്. തൊട്ടു താഴെ സ്വഹാബത്തിന്റെ നിലപാട്, അങ്ങനെ 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 മുജ്തഹിദീങ്ങളായ ഇമാമീങ്ങളെ നിലപാട്, മുഹദ്ദിസീങ്ങള്, മുഅർരിഖീങ്ങള്, ഫുഖഹാക്കള്, ഇവരെല്ലാം മുകളിൽ നിൽക്കുന്ന, അതായത് ഞാൻ പറയുന്നത് മുഹദ്ദിസീങ്ങളെയും ഫുഖഹാക്കളെയും മുഅർരിഖീങ്ങളെയും ഒക്കെ മുകളിൽ നിൽക്കുന്ന അഖ്താബുകള്, അവരെ നിലപാടടക്കം നമ്മളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മഹത്തുക്കൾ പറഞ്ഞതായിരിക്കും നമ്മൾ പറയുക ഇൻഷാ അള്ളാഹ്. അതിനെ എന്തിനു ദുർവ്യാഖ്യാനിക്കേണ്ട ആവശ്യം? നമുക്ക് അങ്ങനെ തന്നെ ഉദ്ധരിക്കാൻ പറ്റും. ഇതിന്റെ നേർ വിപരീതങ്ങളാണ് അവിടുന്നും ഇവിടുന്നും എടുത്തിട്ടും മാറ്റി മറിച്ചിട്ടും കുറെ കട്ട് ചെയ്തിട്ടും ഒക്കെയാണ് ഇവരെന്താവുക, കാര്യം പറയാ. നമ്മൾ ആ ഒരു രൂപത്തിലല്ല ഇൻഷാ അള്ളാഹ് എല്ലാത്തിനും നമ്മൾ തെളിവ് പറയും ഇൻഷാ അള്ളാഹ്. അപ്പൊ അതാണ് നമ്മളെ ഇങ്ങനെ ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്ത് ചെയ്ത് ഹക്കിനെ ബാത്തിലാക്കി പരിചയപ്പെടുത്തി. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഇൻഷാ അള്ളാഹ് പറ്റുമെങ്കിൽ നാളെയും മറ്റന്നായൊക്കെ നമുക്ക് പറയാം. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് ഇന്ന് തൽക്കാലം നിർത്താം. എന്താണെന്നറിയോ? ഈ പലരും ചോദിക്കുകയാണ്, ഈ പല ആൾക്കാരും ഈ യസീദ് എന്ന് പറഞ്ഞ തെമ്മാടിയാണ് എന്ന അഭിപ്രായമെങ്കിലും ഉണ്ടല്ലോ. അവന് മോശക്കാരനാണ് എന്ന് ആരൊക്കെ നന്നാക്കിയാലും അവൻ മോശമാണ് എന്ന് ഉമ്മത്തില് ഏകദേശം കുറെ പേർക്ക് അറിയാമല്ലോ. എന്നാൽ ഹുസൈന റളിയല്ലാഹു തആല അൻഹു മഹാവിശുദ്ധരിൽ പെട്ടവരാണെന്നും എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്തുകൊണ്ടാണ് യസീദിന്റെ കൂട്ടത്തിൽ ഈ വിഭാഗം കൂടണത് എന്നാണ് പലർക്കും അജബ്. നമുക്കും അത്ഭുതം അതാണ്. ഇതെങ്ങനെ കൂടണം? എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? അവനെ ചത്തടിഞ്ഞ് എവിടെയോ കിടക്കണ്. അവനെ മഹത്വപ്പെടുത്തിയിട്ട് എന്ത് കിട്ടാനെന്ന് ഒരു പിടിയും കിട്ടണില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറഞ്ഞാലോ, ദിക്റു സ്വാലിഹീന കഫാറ, ഏറ്റവും ചുരുങ്ങിയത് പാപമെങ്കിലും പുറത്തു കിട്ടും മഹാത്മാക്കളെ സ്മരിച്ചാല്. എന്നിട്ട് മഹാനെ നിന്ദിക്കുക, ഇവനെ പൊക്കുക. എന്തിനു വേണ്ടി? ഇതിനെന്താ മറുപടി പറയുക? അങ്ങനെ കുറെ പലരും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മളും അള്ളാഹ് എന്തിനായിരിക്കും ഇവരിങ്ങനെ ഈ ഭ്രാന്തന് വേണ്ടിയിട്ട് നിൽക്കണമെന്ന് ഓർത്തപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന ഇബ്ലീസിനെയാണ്. ഇബ്ലീസിന് വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ഇബ്ലീസിനെ അറിയാം. ഇബ്ലീസിനേക്കാൾ മഹത്വം ആർക്കുണ്ടായിരുന്നു? ബഹുമാനപ്പെട്ട സയ്യിദുന ആദം അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. അള്ളാഹു അവരെ ബഹുമാനിച്ചെന്നും അറിയാം. എന്നിട്ടും അവൻ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. എന്തുകൊണ്ട്? ഒന്ന് അസൂയ, രണ്ട് എൻ്റെ സ്ഥാനം പോവും. ഇതൊക്കെയാണല്ലോ അവന്റെ പ്രശ്നം. അതുകൊണ്ട് അഹങ്കാരം അവനെ അംഗീകരിച്ചില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. ഞങ്ങൾ എന്തോ വലിയ വലിയ ആലിമീങ്ങളാണെന്ന് നടക്കണ ഒരു കൗമാണ് അധികവും എന്ത് ചെയ്യുക, വലിയ കണ്ടുപിടുത്തത്തിൻ്റെയും എൻ്റെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് അധികം എന്താക്കുക, ഈ യസീദിനെ ഭയങ്കര സംഭവമാക്കണത്. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്താണ് ഹക്കാണെന്നും പറഞ്ഞ് തെളിവ് നിരത്തിയാൽ പോലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റണില്ല. എന്തുകൊണ്ട്? എൻ്റെ കണ്ടെത്തല്. അപ്പൊ ഇബ്ലീസിന്റെ സ്വഭാവമാണ് അവർക്ക് എന്തായിട്ടുള്ളത്, അവരെ പിടികൂടിയത്. രണ്ട് അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞ അല്ലാഹു തആല യാതൊരു കാരണവും ഇല്ലാതെ അവർക്ക് കൊടുത്ത ശ്രേഷ്ഠതയാണ്. കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ രക്തമാണ്. ഇൽമും വേണ്ട, ഇൽമു വേണം അവർക്ക്. ഇനി അവരിൽ എന്തുണ്ട്, ഫിസ്ക് ഉണ്ടെന്ന് വിചാരിച്ചോളി, എന്നാ പോലെ അവരെ ഹുറുമത്ത് ഉയരോ? എത്ര മോശക്കാരനായ തങ്ങൾ വന്നാലും നമുക്ക് ബഹുമാനിച്ചല്ലേ പറ്റൂ.
നിങ്ങൾ ചിന്തിച്ചു നോക്കി, അവർക്ക് ദീന് കൽപ്പിച്ച ഒരു മാലുണ്ട്, ഒരു വിഹിതം, അത് അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? രണ്ട്, അവർക്ക് സ്വതക്കയും സക്കാത്തും കൊടുക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അവരെത്ര മോശമാവട്ടെ. നമ്മളെ ഈ നാട്ടില് അഹ്ലു ബൈത്തിൽപ്പെട്ട വളരെ മോശക്കാരായ ഒരാളുണ്ട്. അവർ വളരെ പാവപ്പെട്ടാണെന്ന് വെച്ചോ, സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അതെന്ത് കൊടുക്കാത്തത്? നീ എന്തെല്ലാം ചെയ്താലേ അവർക്ക് എന്തുണ്ടാവും? മഹത്വം ഉണ്ടാവും. അപ്പൊ അവര് ശ്രേഷ്ഠത അള്ളാഹു താല അങ്ങനെ അങ്ങ് കൊടുത്തതാണ്. അപ്പൊ അതങ്ങ് അംഗീകരിക്കാനുള്ള ഒരു മടി, അതിനെന്ത് ചെയ്യുക? എല്ലാത്തിൻ്റെയും നിദാനം ഇൽമും അമലും ആണെന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് സ്വന്തം ഇൽമും അമലും വെച്ചിട്ട് വലിയ വലിയ മഹത്തുക്കൾ അളക്കുക. ആ ഷാക്കിർ വൈസൊക്കെ ഇരുന്നിട്ട് സംസാരിക്കണൊക്കെ കണ്ട ഓനെന്തോ വലിയ സംഭവം പോലെയാണ്. പൊട്ടത്തരം അടിച്ച് തള്ളും, വലിയ സംഭവം പോലെയാണ് പറയുക. വല്ല വിവരമുണ്ടാ? ആ വിഷയം തന്നെ എത്ര ഗൗരവമാണെന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ എന്താണ് സംഭവിച്ചത്? ഇബ്ലീസിന്റെ വലയത്തിൽ പെട്ടുപോയി, അല്ലാതെ വേറൊരു കാരണവും കാണുന്നില്ല. അള്ളാഹു തൗഫീക്ക് കൊടുത്തിട്ടില്ല. അതാണ്. ഇൻഷാ അല്ലാഹ് വരും ദർസുകളിൽ അഹ്ലു ബൈത്തിനെ അംഗീകരിക്കാത്തവരാരാണെന്നൊക്കെ ഹദീസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊക്കെ കാര്യമായിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മളെ വരും ദർസുകളിൽ കാര്യമായിട്ട് ചർച്ച ചെയ്യാനുള്ളത് കുറച്ച് വിഷയങ്ങളാണ്. അത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിർത്താം. ഒന്നാമത്തത്, യസീദ് എന്ന ജന്മത്തെക്കുറിച്ചുള്ള അഹ്ലുസുന്നത്തിന്റെ നിലപാടെന്ത്? നമ്മളത് പഠിക്കണം. യസീദിനെ കുറിച്ച് എന്താണ് അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കള നിലപാട്? ഇജ്മാ എന്താണ്? രണ്ട്, യസീദ് എന്നവന്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള അഹ്ലുസുന്നത്തിന്റെ കാഴ്ചപ്പാട്. അവൻ കാഫിറാണോ മുസ്ലിമാണോ അറിയണമല്ലോ. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, എന്നാലും നമ്മളതൊന്ന് മനസ്സിലാക്കണം. ആരൊക്കെയാണ് അവനെ കാഫിറാക്കിയത് എന്നത്. മൂന്ന്, യസീദ് എന്നവനെ ശപിക്കണോ വേണ്ടയോ എന്നതിലുള്ള അഹ്ലുസുന്നന്റെ നയം. അതിൽ നമുക്കറിയാം എത്ര പേര് ശപിച്ചിട്ടുണ്ടെന്നറിയാം. ഞെട്ടിപ്പോവും ആരൊക്കെയാണ് ശപിച്ചതെന്ന്. നാല്, യസീദ് എന്നവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിന്റെ വിധി എന്താണ്? അത് പാടില്ല എന്നല്ലേ പറയുന്ന. ഇമാമുന ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ കൗലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അഞ്ചാമതായി, യസീദിന്റെ ഭരണാധികാരം മതപരമായി അംഗീകരിക്കപ്പെടുമോ ഇല്ലയോ? അവൻ ശരിയായ നിലയ്ക്ക് ഖലീഫയാണ്, ഷെയ്ഖുസ് സഹാബ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കം തിരഞ്ഞെടുത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അവന്റെ ഭരണത്തിന്റെ ഹഖീഖത്ത് എന്ത്? അത് പറയണമല്ലോ. ആറ്, സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പുറപ്പാടിന്റെ ദീനി സ്ഥിരത എന്ത്? തങ്ങൾ പുറപ്പെട്ടത് ദീനിന്റെ വിധിയുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു അറിയണമല്ലോ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മൾ പറയും. ഇത് കൂടാതെ യസീദ് ചെയ്തു വെച്ച ദ്രോഹങ്ങൾ, അവന് എന്തുകൊണ്ട് ഇത്ര വെറുക്കണം? നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ഹബീബിനെ നിന്ദിച്ച് അവിടുത്തെ കുടുംബത്തിനെ ദ്രോഹിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഭൂമിയിൽ ഫിത്ന ഉണ്ടാക്കി, അവൻ ചെയ്ത മോശങ്ങളൊക്കെ പറയും. ഇത്രയും വിഷയങ്ങൾ പറയുന്നതോടുകൂടി അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് യസീദ് ആരാണ് എന്നുള്ള സത്യം മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.